നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. വിവിധ സ്ഥലങ്ങളിൽ വനിതകളെ ആദരിച്ചു. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. NCP തൊടുപുഴ നിയോജക മണ്ഡലം സമ്മേളനം തൊടുപുഴ കാൺസ് കിസാൻ കൾച്ചറൽ സെന്ററിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തിൽ ഇടുക്കി മുട്ടം മഞ്ഞപ്രയിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ മഞ്ഞപ്ര സ്വദേശിനി സോനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പദ്ധതിയായ റൈസ് പദ്ധതിയുടെ ഭാഗമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം കാളിയാർ സെന്റ് റീത്താസ് പാരിഷ് ഹാളിൽ നടന്നു. വാർത്തകൾ വിശദമായി. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ വനിതാ ജീവനക്കാരെ ജൂനിയർ ചേംബർ തൊടുപുഴ ഗ്രാൻഡ് ആദരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ വനിതാ ദിനമായ മാർച്ച് 8-നോടനുബന്ധിച്ച് തൊടുപുഴയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ വനിതാ ജീവനക്കാരെ ജൂനിയർ ചേംബർ തൊടുപുഴ ഗ്രാൻഡ് ആദരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N. ശൈലജ ദേവി, സീനിയർ നഴ്സുമാരായ സിസ്റ്റർ മേരി ഫ്രാൻസിസ്, സിസ്റ്റർ ബെറ്റ്സി ജോർജ് എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N. ശൈലജ ദേവി സ്വാഗതം പറഞ്ഞു. JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് വനിതാ ജീവനക്കാരെ പൊന്നാട അണിയിച്ചു. സെക്രട്ടറി PC അനിൽകുമാർ പ്രസംഗിച്ചു. വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് ആശംസകൾ നേർന്നു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CK ശൈലജ നന്ദി പറഞ്ഞു. JC അംഗങ്ങളായ മനു തോമസ്, ജീസ്, രാജേഷ്, അജികുമാർ, ഹരീഷ്, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് JCI തൊടുപുഴ ഗ്രാൻഡ് ഈ വർഷം ഏർപ്പെടുത്തിയിരിക്കുന്ന ആദരവ് നമ്മൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തൊടുപുഴ ഇടുക്കി ജില്ലാ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ മികച്ച നേഴ്സുമാരെയാണ് മികച്ച ഡോക്ടർമാരെയും നേഴ്സുമാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് പ്രധാനമായും ഇതോടെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ N. ശൈലജ ദേവി, പിന്നെ സീനിയർ നേഴ്സായ ശ്രീ ബിറ്റ്സി ജോർജ്, സീനിയർ നേഴ്സായ ശ്രീ മേരി ഫ്രാൻസിസ് എന്നിവരെയാണ്. കാരണം നമ്മൾ കോവിഡ് എല്ലാവരെയും ബാധിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്നത് നേഴ്സുമാരും ഡോക്ടർമാരുമാണ്. അവരിൽ ഏറ്റവും കൂടുതൽ തന്നെ നമുക്ക് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ കോവിഡ് ആനന്തരമായ ഫലങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ചുമ, കഫക്കെട്ട്, കാവിക്കുള്ള ശ്വാസമുട്ടലെല്ലാം വന്നപ്പോൾ അതിനാവശ്യമായ കോവിഡിന് ശേഷം എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി നമുക്ക് ഉപദേശങ്ങൾ തരികയും അവരെ കൃത്യമായ പരിപാലനത്തോടെയും നമുക്ക് കൃത്യമായ മരുന്നുകൾ നൽകുകയും ജില്ലാ ആയുർവേദ ആശുപത്രിയാണ്. ആ ആയുർവേദ ആശുപത്രിയിലെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഏറ്റവും കൂടുതൽ മുന്നോട്ടുപോരാളെ ഈ 3 പേര് അവരെയാണ് JCI തൊടുപുഴ ഗ്രാൻഡ് ഇവിടെ ആദരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടും ആത്മബലം കൈമുതലാക്കി ജീവിത വിജയം നേടിയ ഒരു വീട്ടമ്മയെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പരിചയപ്പെടാം. തുടങ്ങനാട് സ്വദേശിനി ജാസ്മിനാണ് പ്രതിസന്ധിയിലും തളരാതെ പോരാടി വിജയം നേടിയത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടും ആത്മബലം കൈമുതലാക്കിയ ജാസ്മിന്റെ ജീവിത വിജയത്തിന്റെ കഥ തുടങ്ങുന്നത് 2 കിലോഗ്രാം പച്ചരിയിലുണ്ടാക്കിയ നെയ്യപ്പത്തിൽ നിന്നാണ്. വീട്ടിൽ 2 കിലോഗ്രാം പച്ചരിക്ക് നെയ്യപ്പം നിർമ്മിച്ച് ഭർത്താവ് അജിയുടെ പലചരക്ക് കടയിൽ വച്ചാണ് വിൽപ്പന ആരംഭിച്ചത്. 2 കിലോയിൽ 20 പാക്കറ്റ് നെയ്യപ്പം ഉണ്ടാക്കി 10 പാക്കറ്റ് കടയിൽ കൊണ്ടുപോയി വെച്ചു. 1 മണിക്കൂറിനകം നെയ്യപ്പം തീർന്നു. ബാക്കി 10 പാക്കറ്റുകൾ കൂടി കടയിലെത്തിച്ചു. 1 ദിവസം കൊണ്ട് വിറ്റ് തീർത്തു. ഈ തുകയായിരുന്നു ജാസ്മിന്റെ നെയ്യപ്പം വിൽപ്പനയുടെ മൂലധനം. ഈ തുകയിൽ നിന്നും പിന്നീട് സ്വന്തം കടയിലും സമീപത്തെ കടകളിലും കുറച്ച് പാക്കറ്റ് വിൽക്കാൻ നൽകി. ഭരണങ്ങാനം പള്ളിയിലെ പെരുന്നാളിന് പാലായിലെ ഒരു ബേക്കറി വഴി 1000 കിലോഗ്രാം നെയ്യപ്പത്തിന് ഓർഡർ ലഭിച്ചു. ചെറിയ രീതിയിൽ വീടിനുള്ളിൽ നടത്തിയിരുന്ന സംരംഭം വീടിന് സമീപം ചെറിയ ഷെഡ് നിർമ്മിച്ച് കൂടുതൽ ആളുകൾക്ക് പരിശീലനം നൽകി ഉണ്ണിയപ്പം വിൽപ്പന വിപുലീകരിച്ചു. ഇന്ന് അൽഫോൻസാമയുടെ അടുത്തെത്തുന്നവർക്ക് നേർച്ചയായി ലഭിക്കുന്നത് മുട്ടം തുടങ്ങനാട് വിച്ചാട്ട് വീട്ടിൽ നിന്നുള്ള നെയ്യപ്പമാണ്. 2009 അൽഫോൻസാമയുടെ തിരുനാൾ മുതൽ നെയ്യപ്പം കൊടുത്തു വരുന്നു. കൂടാതെ വിവിധ പള്ളികളിലും ഇവിടെ നിന്നുള്ള നെയ്യപ്പമാണ് കൊടുക്കുന്നത്. സെറിബ്രൽ പൾസി മൂലം നടക്കാൻ വയ്യാത്ത മകൻ അഖിലിന്റെ ചികിത്സയ്ക്കായി ഓടി നടക്കുന്നതിനിടെ 2008 ജാസ്മിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയത്. 2011 പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട ജാസ്മിൻ ആത്മബലം കൊണ്ട് താൻ തുടങ്ങിവെച്ച നെയ്യപ്പ വ്യവസായം തുടരുന്നു.
ഇപ്പോൾ ഇതിങ്ങനെ തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേളാങ്കണ്ണിപ്പള്ളി പോയപ്പോൾ ഒരു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം എൻ്റെ കണ്ണിനിങ്ങനെ ഒരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. മോനിങ്ങനെ സെറിബ്രൽ പാൾസി, അതുകൊണ്ട് അവൻ നടക്കിയല്ല, ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം നമുക്കതിൻ്റെ അകത്തു നിന്നൊക്കെ ഒരു ഇത് വരാനായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി വീട്ടിൽ തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്നൊരു അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളിങ്ങനെ തുടങ്ങിയത്. അപ്പം വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ അപ്പോസ് ഫുഡ്സ് എന്ന സ്ഥാപനം. ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഒരു ഒട്ടിക്കുന്ന ഹാൻഡ് മെഷീനായി, പിന്നെ കണ്ടിന്യൂസ് സീലറായി, പിന്നെ പാക്കിംഗ് നന്നായിട്ട് അൽഫോൻസാമയുടെ ഒരു ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനായി. അങ്ങനെ ഇത് വിപുലീകരിച്ച് 10, 12, 14 പേർക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന വരുമാനത്തിനൊപ്പം തന്നെ അവർക്കൊരു വരുമാനം ഡെപ്പോസിറ്റൊക്കെ ആക്കി ഞങ്ങളിങ്ങനെ നന്നായിട്ട് വന്നുകൊണ്ടിരുന്ന. പിന്നെ ഇപ്പോൾ ഈ എനിക്ക് പറയാൻ ഉള്ളതെന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ ഫുള്ളായിട്ട് കാഴ്ച പോയെന്ന് പറഞ്ഞാലും മോന് ഇങ്ങനെ നടക്കുകയില്ല. അവന് 23 വയസ്സായി. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒത്തിരി മനസ്സിൽ വിഷമിച്ചിരിക്കാതെ നമ്മളൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കൂട്ടിന് എപ്പോഴും കാണും. ഇപ്പം കൊറോണയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കിതൊരു 3 മാസം ഇടയ്ക്ക് നിർത്തി വെക്കേണ്ടി വന്നു. അങ്ങനെ 2 ട്രിപ്പ് ഇടയ്ക്ക് നിർത്തി വെക്കേണ്ടി വന്നു. നിർത്തി വെച്ചിട്ടും ചെറിയ രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. കുറച്ച് ചെറിയ രീതിയൊന്നും ഇപ്പോൾ ഇച്ചിരിയൊക്കെ ആയി വരുന്നുണ്ട്. എന്നാലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളതിൻ്റെ അകത്ത് പിടിച്ച് നിൽക്കുക തന്നെ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. പക്ഷേ ദൈവം നമുക്ക് കൂട്ടിനായിട്ട് എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് ആദ്യം തുടങ്ങി ഉത്സാഹത്തോടെ മുന്നേ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് അജിയാണ്. അജി ഇങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനും നല്ല ധൈര്യം തരുന്നത്. 12 പേർ തൊഴിൽ ചെയ്യാനുണ്ട്. ഇത് ചില സീസണിൽ 28 പേർ വരെ ആകും. ന്യൂസ് ബ്യൂറോ, മുട്ടം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും CDSഉം സംയുക്തമായി വനിതാ ദിനാചരണം നടത്തി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും CDSഉം സംയുക്തമായി സ്ത്രീപക്ഷ നവകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച് സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനുമെതിരെ സന്ദേശ റാലി നടത്തി. തുടർന്ന് ചേർന്ന യോഗത്തിൽ CDS ചെയർപേഴ്സൺ ഗിരിജാകുമാരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഗീത രഘുനാഥ് സ്വാഗതം പറഞ്ഞു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ വനിതകൾ നമുക്കുണ്ട്. ഞാൻ താമസിക്കുന്ന ഉള്ളരിങ്ങാട് ഭിന്നശേഷിയായ അൽഫോൻസ എന്ന ഒരു വ്യക്തി ഉണ്ട്. അവർ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ഒരു അവാർഡ് ദാനങ്ങളും നേടിയിട്ടുണ്ട്. അവർ പ്രതിനിധിയായി പങ്കെടുത്ത് കഴിവ് തെളിയിച്ച ആളാണ്. അതുപോലെ അഭിമാനകരമായ പട്ടേക്കുടിയിലെ ഊരാളിക്കുത്ത് കലാകാരി മാലതി ബാലനും സംസ്ഥാന തലത്തിലും അംഗീകാരം കിട്ടിയ വനിതകളിൽ നിന്നും ഒരാളാണ്. കുടുംബശ്രീയും പഞ്ചായത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പെൺകരുത്തിൻ്റെ ദിനമായാണ് ആചരിക്കാൻ നാം തയ്യാറാവുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കുന്ന സമൂഹമായി നമ്മൾ മാറണം എന്നാണ് വനിതാ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കമ്മ്യൂണിറ്റി കൗൺസിലർ മോഹിനി ബാബു വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ദിവ്യ അനീഷ്, മണി സാബു, രാജീവ് ഭാസ്കരൻ, അബ്ദുൽ ഖാദർ, റഹീമ പരീദ്, വിഷ്ണു ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CDS അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് JCI തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ വനിതാ കൗൺസിലർമാരെ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ JC ജോണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർമാൻ സനീഷ് ജോർജ് മുഖ്യാതിഥിയായിരുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് JCI തൊടുപുഴ നഗരസഭയിലെ വനിതാ കൗൺസിലർമാരെ ആദരിക്കുന്നതിനായി നഗരം ഭരിക്കുന്ന വളയിട്ട കൈകൾ എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ JC ജോണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർമാൻ സനീഷ് ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരു കാലഘട്ടങ്ങളിൽ കരിപുരണ്ട ജീവിതം അടുക്കളയിൽ നയിച്ചിരുന്ന സ്ത്രീകൾ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരികയും ശബ്ദമുയർത്തുകയും ചെയ്യുന്ന നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തൊടുപുഴ നഗരസഭയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ വളയിട്ട കൈകൾ തന്നെയാണ് ഇവിടുത്തെ ഭരണങ്ങൾ നിയന്ത്രിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഏറ്റവും എടുത്തതായ കാരണം ഇവിടുത്തെ ഒരു ഗുരുനാഥക്ക് തുല്യമായി ഞാൻ കാണുന്ന പ്രൊഫസർ ജെസ്സി ആന്റണി ഇത്രയും സീനിയറായ ഒരു കൗൺസിലറാണ്. ഒരു വാർഡിൽ നിന്ന് 30 വർഷമായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു കൗൺസിലറാണ്. ഒരു പ്രൊഫസറാണ്.
സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കും ഭരണ സംവിധാനത്തിനും ചെയർപേഴ്സണായി നഗരസഭയിൽ ഭരണാധികാരി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് വിഷയങ്ങൾക്കും തൻ്റെതായ അഭിപ്രായങ്ങൾ പറയുകയും അത് ഏറ്റെടുക്കുന്ന കർത്തവ്യം അവർക്ക് ദിശാബോധത്തോടുകൂടി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീത്വത്തെ നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ എന്ന് പറയാൻ ആഗ്രഹിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ ചെയർപേഴ്സൺ കസേരി അനുകരിച്ചിട്ടുള്ള ഭരണസഭയുടെ ഉൾപ്പെടെയുള്ള നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തൊഴിലുകളിൽ നടന്ന മാറ്റങ്ങൾക്ക് ചില നിലപാടുകളെടുത്ത് രംഗത്തിറങ്ങുവാൻ ശ്രീമതി സവ്യാജമാറിനെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മിനി സിസിലി ടീച്ചർ ഉൾപ്പെടെയുള്ള കാലഘട്ടം കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഏറ്റവും തീവ്രമായ കാലഘട്ടങ്ങളിൽ ഈ നഗരസഭയെ നയിച്ചത് സ്ത്രീകളായിരുന്നു എന്നുള്ള ഒരു വിശേഷം. അതിനുശേഷമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയൊരു ഭരണ സംവിധാനത്തിലുള്ള JCI തൊടുപുഴ ടൗൺ പ്രസിഡന്റ് റിൻഡോ ചാണ്ടി, ജിബിൻ മാത്യു, ജേക്കബ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. വനിതാ കൗൺസിലർമാരെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. എന്റെ ശിഷ്യയാണ്. അപ്പോൾ നമുക്കറിയാം, ദേശീയ വനിതാ ദിന ആഘോഷ പരിപാടികൾ നടക്കുമ്പോഴും നമ്മൾ സ്ത്രീകളുടെ എല്ലാ നിരവധിയായ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പുരോഗതിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് അവർക്ക് ആശംസകളും ഒക്കെ നേരുന്ന അവസരത്തിൽ നമുക്കറിയാം, നമ്മുടെ ഇടയില് ഇത്രയേറെ പുരോഗമിച്ച അല്ലെങ്കിൽ ഈ സാക്ഷര കേരളത്തില് നിരവധി സ്ത്രീകൾ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കഴിയുന്നുണ്ടെന്ന്. നമ്മുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുന്ന അവസരത്തില് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വേദന അനുഭവിക്കുന്ന നമ്മുടെ സ്ത്രീകളുടെ കാര്യങ്ങള് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നു ഇന്ന് ഏറെ ശ്രദ്ധയോടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. കേരള സർക്കാരിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്, സ്ത്രീപക്ഷ നവകേരള സൃഷ്ടി. ശരിക്കും ഈ ആധുനിക കാലഘട്ടത്തില് അത് വളരെയേറെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ സ്ത്രീപക്ഷ നവകേരള പദ്ധതി എന്ന ഈ ആശയം സമൂഹം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. JCI തൊടുപുഴ ടൗൺ ഭാരവാഹികളായ ജീൻ സിൻസ്, ദിവ്യ അജേഷ്, സൈജു മാത്യു, സിൻസ് ജോസ്, TR മണിക്കുട്ടൻ, അജേഷ് ES എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പ്രതിസന്ധികളെ അതിജീവിച്ച വനിതകൾക്ക് തൊടുപുഴ മലബാർ ഗോൾഡിന്റെ ആദരം. നീന്തലിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഭിന്നശേഷിക്കാരി സിനിമോൾ, ചക്കയിൽ നിന്നും ഒട്ടനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് പ്രശസ്തിയാർജിച്ച ഏലിയാമ്മ എന്നിവരെയാണ് ആദരിച്ചത്. 2022 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്വന്തം പ്രയത്നത്താൽ സമൂഹത്തിന്റെ അറിയപ്പെടുന്ന തലങ്ങളിലേക്ക് എത്തിപ്പെട്ട 2 വനിതാ രത്നങ്ങളെ തൊടുപുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ഭിന്നശേഷിക്കാർക്കായുള്ള നീന്തൽ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനക്കാരിയായ സിനി കെ സെബാസ്റ്റ്യൻ, സാധാരണക്കാരുടെയും പാവങ്ങളുടെയും ഇഷ്ടഭോജ്യമായ ചക്ക വിഭവങ്ങളിൽ വൈവിധ്യം കണ്ടെത്തി വിദേശ മലയാളികളുടെ പോലും മനസ്സ് കവർന്ന ഏലിയാമ്മ അരീക്കാട്ട് എന്നീ വനിതാ രത്നങ്ങളെ തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ജോണി, വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷോറൂം ഹെഡ് ജെറാൾഡ് മാനുവൽ പൊന്നാട അണിയിച്ചു. സമൂഹത്തില് പരിചയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ആദരിക്കേണ്ട സ്ത്രീത്വത്തെ മുമ്പോട്ട് കൊണ്ടുവന്ന് ആദരിക്കുകയാണ് മലബാർ ഗോൾഡ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ നിരവധിയായ ആദരവുകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ആളുകളുണ്ട്. അല്ലെങ്കിൽ ചിലര് സമൂഹത്തിൽ വരാതെ തന്നെ, സമൂഹത്തിൽ അറിയപ്പെടാതെ തന്നെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളില് വേദനകൾ കടിച്ചമർത്തി അല്ലെങ്കിൽ അവഗണനകൾ കടിച്ചമർത്തി അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതായത് ഈ ആനുകാലിക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് കേരള സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് സ്ത്രീപക്ഷ നവകേരള സൃഷ്ടി. ആ സ്ത്രീപക്ഷ നവകേരള സൃഷ്ടി എന്നുള്ള ഒരു ആശയം നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ
സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും പലയിടങ്ങളിൽ നിന്നും വിവേചനവും അവഗണനകളും പീഡനങ്ങളും നമ്മുടെ സ്ത്രീകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക വനിതാ ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് കൊടകലിൽ സന്ദേശം നൽകി. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക വനിതാ ദിനം ആഘോഷിച്ചു. ആൺകുട്ടികൾ വനിതാ അധ്യാപക അനധ്യാപകർക്ക് ആശംസാ കാർഡുകളും പുഷ്പങ്ങളും നൽകി അവരുടെ സ്നേഹം പങ്കിട്ടു. നമ്മുടെ അമ്മമാർക്കായി പെങ്ങന്മാർക്കായി ഒരു ദിനം. അവരെ സ്നേഹിക്കാൻ, ഒരു ഉമ്മ കൊടുക്കാൻ, കെട്ടിപ്പിടിക്കാൻ നമുക്കാവട്ടെ. ഒരു ദിവസം അവർക്ക് വിശ്രമം കൊടുക്കാം. നമ്മുടെ ജോലികൾ, ഭക്ഷണം വിളമ്പിക്കഴിക്കൽ, പാത്രം കഴുകൽ, തുണിയലക്കൽ തുടങ്ങിയവ ചെയ്യുവാൻ നമുക്കാവട്ടെ എന്ന് സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് കൊടകലിൽ കുട്ടികളെ ഓർമ്മപ്പെടുത്തി. ഒരു ജന്മം മുഴുവൻ നമുക്കായി സമർപ്പിച്ച നമ്മുടെ അമ്മമാരുടെ കണ്ണുകളും മനസ്സും ഇന്ന് സ്നേഹത്താൽ നിറയട്ടെ. നമ്മുടെ ജീവിതം ധന്യമാവട്ടെ. അവിടെയല്ലേ മനുഷ്യത്വം, സ്നേഹം എന്നീ മാനുഷിക ഭാവങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ടോമി ജോസഫ്, PTA പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ജയ് ജയ് മഹിളാ ഐക്യവേദി, ബോലോ ഭാരത് മാതാ കേ, ബോലോ ഭാരത് മാതാ കേ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വനിതകൾക്കെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ ധർണ നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രം ഇന്ന് പറഞ്ഞിരിക്കുന്നത് വിമൻസ് ഡേയില് ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമെന്തെന്ന് വെച്ചാൽ ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റിക്കും അതുപോലെ തന്നെ സുരക്ഷയ്ക്കും വേണ്ട കാര്യങ്ങളാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നാം ജീവിക്കുന്നത് ഭാരതത്തിലാണ്. ഭാരതത്തിൽ നാം എല്ലാവരും എന്നും കേൾക്കുന്ന 56 ഇഞ്ചുകാരൻ, അതെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ നാം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം തിരിഞ്ഞു നോക്കേണ്ടത് ഇന്ന് കേരളത്തിലോട്ടാണ്. സാധാരണ കേരളത്തിലുള്ള ആളുകൾ അങ്ങ് UP-യിലേക്ക് നോക്കിയാണ് ചെയ്യുന്നതെങ്കിലും നാം ഇന്ന് കൃത്യമായി നോക്കേണ്ടത് കേരളത്തിലേക്കാണ്. കേരളത്തിലെ ഓരോ സ്ത്രീയും ഇന്ന് സുരക്ഷിതയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കണം. അമ്മമാരോടാണ് എനിക്ക് എന്നും ചോദിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാനെങ്കിലും ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുറപ്പോടുകൂടി അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുള്ള ഉത്തരം എല്ലാ അമ്മമാരിൽ നിന്നും ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? സ്ത്രീ ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ തീരെയും സുരക്ഷിതയല്ല എന്ന ബോധ്യം തന്നെയാണ് അതിനുള്ള ഉത്തരം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പ്രസീത സോമൻ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് MG മായ സ്വാഗതവും താലൂക്ക് ട്രഷറർ സന്ധ്യ പ്രമോദ് നന്ദിയും രേഖപ്പെടുത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ ട്രഷറർ MK നാരായണ മേനോൻ, ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് VK ശ്രീധരൻ, ജനറൽ സെക്രട്ടറി KS സലിലൻ, സെക്രട്ടറി PG റെജിമോൻ, മഹിളാ ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി അനിത ബിജു, മഹിളാ ഐക്യവേദി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെങ്ങല്ലൂർ ആരുവല്ലിക്കാവ് ശ്രീ ദുർഗാ ഭദ്രാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കൽ സമർപ്പണം നടന്നു. മഹിളാ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു മോഹൻ പൊങ്കാല മഹോത്സവം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല നടന്നു. മഹിളാ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു മോഹൻ പൊങ്കാല മഹോത്സവം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സമ്പന്നമായ സ്വാതന്ത്ര്യമാണ് അനുഭവിക്കേണ്ടത്. ആധ്യാത്മികതയിലും ഭൗതികതയിലും അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലെ സംസ്കാരപൂർണമായ ഒരു സ്വാതന്ത്ര്യമാണ് അനുഭവിക്കേണ്ടത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ക്ഷേത്രം മേൽശാന്തി വിനീത് വി നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ ദീപം പണ്ടാര അടുപ്പിലേക്ക് പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. തുടർന്ന് പണ്ടാര അടുപ്പിൽ നിന്നും ഭക്തരുടെ അടുപ്പുകളിലേക്കും ദീപം പകർന്നു. 100 കണക്കിന് ഭക്തകളാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ പൊങ്കാല നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം കോവിഡിൻ്റെ ഇത് പ്രമാണിച്ച് നടന്നില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ദേവിയുടെ ഐശ്വര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും, നാട്ടുകാർക്കും അമ്മയുടെ ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പൊങ്കാല നിവേദ്യം നടന്നു. ക്ഷേത്രം മേൽശാന്തി വിനീത് വി നമ്പൂതിരി പൊങ്കാല കലങ്ങളിൽ തീർത്ത് തളിച്ച് പൊങ്കാല നിവേദ്യം നടത്തി.
തുടർന്ന് പ്രസാദകൂട്ട് നടന്നു. ഉത്സവ സമാപന ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ദേശഗുരുതി നടക്കും. ദേശഗുരുതിക്ക് ശേഷം പ്രസാദകൂട്ടും ഉണ്ടായിരിക്കും. തൊടുപുഴ NCP തൊടുപുഴ നിയോജകമണ്ഡലം സമ്മേളനം തൊടുപുഴ കാർഡ്സ് കിസാൻ കൾച്ചറൽ സെന്ററിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് NCP എന്നതാണ് NCPയുടെ ഏറ്റവും വലിയ സവിശേഷത. 2024 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ നിലയിലുള്ള നീക്കങ്ങളാണ് നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ശരത് പവാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ അംഗസംഖ്യയേക്കാൾ അപ്പുറത്താണ്, നമ്മുടെ വലിപ്പത്തേക്കാൾ അപ്പുറത്താണ് നമ്മുടെ രാഷ്ട്രീയ പ്രസക്തി എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 22 കഴിഞ്ഞാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 23 അവസാനം അല്ലെങ്കിൽ 24 ആദ്യം ഇന്ത്യയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കും. 2019 തെരഞ്ഞെടുപ്പ് നമുക്ക് BJPയെ നിഷ്കാസനം ചെയ്യാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്തുകൊണ്ട് BJP രണ്ടാമത് അധികാരത്തിൽ വന്നു എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരാജയം, അവരുടെ താല്പര്യമില്ലാത്ത പ്രതിപക്ഷങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത അവരുടെ പ്രവർത്തനമാണ് എന്നത് ലളിതമായൊരു ഉത്തരമാണ്. കോൺഗ്രസ്സുകാർ പോലും അത് നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് വ്യക്തിപരമായി ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. കോൺഗ്രസിനോടൊപ്പം നിന്ന് അതിൻ്റെ സമുന്നത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഒട്ടേറെ പ്രവർത്തിച്ച്, പക്ഷെ നിർഭാഗ്യവശാൽ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതൃത്വം പാർട്ടിക്ക് ഇല്ലാതെ പോയതുകൊണ്ട് വീണ്ടും ഒരു ഭരണം എന്ന് പറഞ്ഞാൽ പോരാ. 2014 BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. 2019 300 MPമാരാണ് BJPക്ക്. ഇന്ത്യയുടെ ഭരണം ചോദ്യം ചെയ്യാൻ ആവാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷത്തോടെ ഒരു താലത്തിൽ വെച്ച് BJP ഏൽപ്പിച്ചു കൊടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. അതിനാരെയെങ്കിലും കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ അത് കോൺഗ്രസിനെ മാത്രമാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു പുളിന്താനം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ്, ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR രാജൻ, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, സംസ്ഥാന സെക്രട്ടറിമാരായ അനിൽ കൂവപ്ലാക്കൽ, KR സുഭാഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലാലു ചങ്ങനാൽ, OJ ജോസഫ്, ജോസ് വഴുതനപ്പള്ളി, സിനോജ് വള്ളാടി, ജില്ലാ ഭാരവാഹികളായ PC രാജൻ, അരുൺ P മാണി, അനൂപ് ജോസ്, VN മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അറക്കുളം ആലാനിക്കൽ കോളനി റോഡ് 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മുടക്കി പുനർനിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് KS, അറക്കുളം ആസ്കോ ബാങ്ക് ചെയർമാൻ ടോമി വാളികുളം, വാർഡ് മെമ്പർ കൊച്ചുറാണി ജോസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബി ജോമോൻ, AD മാത്യു അഞ്ചാനി, ഇമ്മാനുവൽ ചെറുവള്ളാത്ത്, ലൂക്കാച്ചൻ മൈലാഡൂർ, ലാലു PK, കുര്യാച്ചൻ കാക്കപ്പയ്യാനി, ജിഫി, വത്സ സതീശൻ, തോമസ് കുമളിയിൽ, ഈപ്പച്ചൻ മണിമല, സിറിയക് തയ്യൽ, KK ജോസഫ് എന്നിവർ പങ്കെടുത്തു.
വനിതാ ദിനത്തിൽ ഇടുക്കി മുട്ടം മഞ്ഞപ്രയിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ മഞ്ഞപ്ര സ്വദേശിനി സോനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടെങ്ങും വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ മുട്ടത്ത് യുവതിക്ക് നേരെ മുൻ ഭർത്താവ് ആസിഡ് ആക്രമണം നടത്തി. മുട്ടം മഞ്ഞപ്ര സ്വദേശി സോനയ്ക്കാണ് ആസിഡ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. മുഖത്തും നെഞ്ചിലുമടക്കം 40% പൊള്ളലേറ്റ സോനയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണം നടത്തിയ മുട്ടം സ്വദേശി മുൻ ഭർത്താവുമായ രാഹുൽ രാജിനെ പോലീസ് പിടികൂടി. രാവിലെ 8:30 മഞ്ഞപ്രയിൽ സോന താമസിക്കുന്ന വീട്ടിലെത്തിയായിരുന്നു ആസിഡ് ഒഴിച്ചത്. മുമ്പ് ഒരുമിച്ച് താമസിച്ചിരുന്ന ഇരുവരും തമ്മിൽ കുറച്ചു കാലമായി പിണങ്ങി അകന്നു കഴിയുകയായിരുന്നു. ആസിഡ് പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി കൊണ്ടുവന്ന രാഹുൽ സംസാരിച്ചുകൊണ്ടിരിക്കെ സോനയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട രാഹുലിനെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. പോലീസ് സംഭവം നടന്ന സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. അയൽവാസികളിൽ നിന്നും വിവരം ശേഖരിച്ചു. സംഭവ സ്ഥലത്തു നിന്നും ആസിഡ് കൊണ്ടുവന്ന കുപ്പി കണ്ടെടുത്തു. ഇത്തരത്തിൽ ആക്രമണം നടത്താനിടയായ കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പ്രതി ഇപ്പോൾ മുട്ടം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ കേസിലെ പ്രതിയെ ഇപ്പം മുട്ടത്ത് ബാർ കേസ് നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പരാതിക്കാരിയുടെ വീട്ടിൽ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പ്രതി കരുതിക്കൂട്ടി തന്നെ ഫോമിക് ആസിഡും അതോടൊപ്പം തന്നെ കയ്യിലുള്ള മറ്റായുധങ്ങളുള്ളതായിട്ട് സംശയിക്കപ്പെടുന്നുണ്ട്. അതുമായി ചെന്ന് അദ്ദേഹത്തിൻ്റെ കസിൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ച ശേഷം അതിൻ്റെ ശരീരത്തും മുഖത്തും ആസിഡ് ഒഴിക്കുകയാണ് ചെയ്തത്. പെൺകുട്ടി ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഏകദേശം 40% പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ഇതിനകത്ത് മറ്റു ഗൂഢാലോചനകളോ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പ്രതി നിലവിലുള്ള ഭർത്താവുമായിട്ട് പിണങ്ങി കുറച്ച് ദിവസമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ആയതിലുള്ള വിരോധ നിമിത്തമാണ് ഇത്തരത്തിൽ പരാതിക്കാരിയുടെ ശരീരത്തെ ആസിഡ് ഒഴിക്കാനുള്ള കാരണമായിട്ടാണ് പ്രാഥമികമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ തുടർന്ന് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് ഉള്ള നടപടികളുണ്ടായിരിക്കും. ഇപ്പം 326(a)യും 307 IPC പ്രകാരവും നമ്മൾ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടികൾ ഇന്നുണ്ടായിരിക്കും. യുവാവ് തലയ്ക്കടിയേറ്റ് മരിച്ച കേസിൽ പ്രതിയായ സുഹൃത്തിന് ജീവപര്യന്തം തടവിന് തൊടുപുഴ സെഷൻസ് കോടതി വിധിച്ചു. കല്ലാർ കുരിശുപാറ പുളിന്താനത്ത് ജാക്സൺ ആന്റണി കൊല്ലപ്പെട്ട കേസിൽ വിരിപാറ മാട്ടുപാറത്തോട്ടത്തിൽ ബിജുവിനെയാണ് ശിക്ഷിച്ചത്. ആനവരട്ടി വില്ലേജിൽ പീച്ചാട് കരയിൽ പുളിന്താനത്ത് വീട്ടിലെ ആന്റണി മകൻ കുട്ടായി എന്ന് വിളിക്കുന്ന ജക്സൺ ആന്റണിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മാട്ടുപാറത്തോട്ടത്തിൽ ബിജുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ട് ജീവപര്യന്തം കഠിന തടവിനും 5 ലക്ഷം രൂപ പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷ അധിക കഠിന തടവിനെ ശിക്ഷിച്ചുകൊണ്ട് തൊടുപുഴ 2ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി ജി അനിൽ ഉത്തരവായി. 2012 ഫെബ്രുവരി മാസം 5-ാം തീയതി രാത്രി 8:30 മാങ്കുളം പള്ളിയിൽ നിന്നും പെരുന്നാൾ കഴിഞ്ഞ് സുഹൃത്ത് രാജേഷിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തു വന്ന ജിക്സനെ വിരിപാറകരയിൽ പാണ്ടിക്കുന്നിൽ പടിഭാഗത്ത് മാങ്കുളം കല്ലാർ റോഡിൽ പ്രതിയുടെ സഹോദരിയുടെ വീടിന് മുൻവശം വെച്ച് കാണുകയും തനിക്ക് പ്രതിയിൽ നിന്ന് കിട്ടാനുള്ള രൂപ ആവശ്യപ്പെടുകയും ചെയ്തതിലുള്ള വിരോധം നിമിത്തം പ്രതി തൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഒരു ഇരുമ്പ് പൈപ്പ് എടുത്തുകൊണ്ടുവന്ന് ബൈക്കിൽ കയറാൻ തുടങ്ങിയ ജെക്സിനെ പിന്നിൽ നിന്നും തലക്കടിക്കുകയും നിലത്ത് കമിഴ്ന്നു വീണ ജെക്സിൻ്റെ തലയിൽ തുരുതുരെ പൈപ്പ് കമ്പി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ദൃക്സാക്ഷി മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും വൈദ്യശാസ്ത്ര തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ദൃക്സാക്ഷി മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും വൈദ്യശാസ്ത്ര തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് എന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എബിൽ സി കുര്യൻ പറഞ്ഞു. ഈ കേസിൽ മരണപ്പെട്ട ജെക്സിൻ തൻ്റെ സുഹൃത്തായ രാജേഷ് ഒന്നിച്ച് മാങ്കുളം പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു വരവേ ജെക്സിന് കിട്ടാനുള്ള പണം പ്രതിയിൽ നിന്ന് ആവശ്യപ്പെട്ട സമയം അവിടെ നമ്മൾ ചെറിയൊരു വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് ബൈക്കിൽ കയറാൻ ശ്രമിച്ച ജെക്സിനെ പ്രതി സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുമ്പ് പൈപ്പ് എടുത്തുകൊണ്ടുവന്ന് തലയ്ക്ക് അടിച്ച് വീഴ്ത്തി തുരുതുരെ വീണ്ടും അടിച്ച് ദാരുണമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ കേസിൽ ദൃക്സാക്ഷികളുടെ മൊഴി നിർണായകമായിരുന്നു. കൂടാതെ വൈദ്യശാസ്ത്ര റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും കോടതി എവിഡൻസായി എടുത്തു. ഇതിന് പ്രകാരം പ്രതിയെ ജീവപര്യന്തം തടവിനും 5000 രൂപ പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം കഠിന തടവിനുമാണ് വിധിച്ചിരിക്കുന്നത്. ഈ പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്ന് പറയുന്നത്. പ്രതി ഇതിനു മുമ്പ് ഗുണ്ട ആക്ടിലും മറ്റ് 307, 308 തുടങ്ങിയ കേസുകളിലും മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പ്രതിയായി ആയിരുന്നിട്ടുള്ള ആളാണ്. മൂന്നാർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന സോണി മത്തായിയാണ് മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്തത്. മൂന്നാർ CIമാരായിരുന്ന PD മോഹനൻ അന്വേഷണം നടത്തിയ കേസിൽ AR ഷാനിഖാൻ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എബിൽ സി കുര്യൻ ഹാജരായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പദ്ധതിയായ റൈസ് പദ്ധതിയുടെ ഭാഗമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം കാളിയാർ സെന്റ് റീത്താസ് പാരിഷ് ഹാളിൽ നടന്നു. അവാർഡ് വിതരണം MP നിർവഹിച്ചു. ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമാക്കി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന റേസ് പദ്ധതിയുടെ ഭാഗമായി വണ്ണപ്പുറം പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് വിതരണം കാളിയാർ സെന്റ് റീത്താസ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ സ്കൂളുകളിൽ പഠനം നടത്തിയിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും A+ മാർക്ക് കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനതാരങ്ങളായി മാറിയ എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരം അഭിനന്ദിക്കുകയാണ്. സത്യത്തിൽ അടുത്ത SSLC പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഈ ഒരു സമയത്താണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വിശാലമായ ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലം. 71 പഞ്ചായത്തുകളിലും 4 മുനിസിപ്പാലിറ്റികളും അടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇതൊരു കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസത്തിൽ അന്ന് കോവിഡിൻ്റെ ഒക്കെ ഒരു പ്രതിസന്ധി ഒരല്പം അയവ് വന്ന സമയത്ത് ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. അതിങ്ങനെ സമയത്തിൻ്റെ ഒരു ഇടവേള വെച്ചാണ് ഓരോ സ്ഥലങ്ങളിൽ നടത്തി വരുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. കാളിയാർ സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ഫാദർ ജോൺ ആനിക്കോട്ടിൽ അധ്യക്ഷനായ ചടങ്ങിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു സ്വാഗതം പറഞ്ഞു. മെമ്പർമാരായ സജി കണ്ണമ്പുഴ, ജിജോ ജോസഫ്, റഷീദ് തോട്ടുങ്കൽ, ദിവ്യ അനീഷ്, PM ഇല്യാസ്, സണ്ണി കളപ്പുര, അനീഷ് കിഴക്കേൽ, സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, ഹെഡ് മിസ്ട്രസ് ലൂസി ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 16ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന് മാർച്ച് 10 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും സംയുക്തമായി കേരള ചലച്ചിത്ര അക്കാദമി, ഫിലിം സൊസൈറ്റീസ് ഫെഡറേഷൻ, ഫ്രെയിംസ് സിനിമ ആൻഡ് മീഡിയ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 16ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ മാർച്ച് 10 മുതൽ 13 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 വൈകിട്ട് 5 മണിക്ക് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിക്കും. സംവിധായകൻ ഡോക്ടർ ബിജു മുഖ്യാതിഥിയായി പങ്കെടുക്കും. പുരോഗമന കലാസാഹിത്യവേദി ജില്ലാ സെക്രട്ടറി K ജയചന്ദ്രൻ, തപസ്യ കലാസാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് VK സുധാകരൻ, ജവഹർ ബാൽമഞ്ച് ചെയർമാൻ KV ബാബു എന്നിവർ പങ്കെടുക്കും. ആദ്യ സിനിമയുടെ ഉദ്ഘാടനം ഓറഞ്ച് മരങ്ങളുടെ വീട് എന്നാണ് ഉദ്ഘാടന ചിത്രം. മറ്റു ദിവസങ്ങളിൽ ഉദ്ഘാടനം 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഡീൻ കുര്യാക്കോസ് MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സംവിധായകൻ ഡോക്ടർ ബിജു മുഖ്യ അതിഥിയായിട്ട് അന്ന് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ അന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GGK ഫിലിപ്പ്, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ചലച്ചിത്ര സംവിധായകനായ MD സുകുമാരൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർ വിവിധ സെഷനുകളിൽ അതിഥികളായി പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ, സെക്രട്ടറി MM മഞ്ജു ഹാസൻ, MI സുകുമാരൻ, ജോഷി വിഗ്നേറ്റ് എന്നിവർ പങ്കെടുത്തു. നിത്യോപയോഗ സാധനങ്ങൾക്ക് 1 മാസത്തേക്ക് വൻപിച്ച വിലക്കുറവ് പ്രഖ്യാപിച്ച് 1 മാസം 1 ലോഡ് ഓഫർ ഒരുക്കി തൊടുപുഴ മഹാറാണി മെഗാ മാർട്ട്. ജനപ്രിയ സമ്മർ സെയിലിലൂടെ മഹാറാണി മെഗാ മാർട്ട് കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. തൊടുപുഴയിലെ ഏറ്റവും വലിയ ജനകീയ സൂപ്പർ മാർക്കറ്റ് എന്ന നാമത്തിന് അർഹമായ മഹാറാണി മെഗാ മാർട്ടിലാണ് സമ്മർ സെയിലിനോടനുബന്ധിച്ച് 1 മാസക്കാലം 1 ലോഡ് ഓഫർ പദ്ധതിയുമായി ഉപഭോക്താക്കളെ ക്ഷണിക്കുന്നത്. നിത്യോപയോഗ വസ്തുക്കളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കടക്കം വിലക്കുറവ് നൽകിക്കൊണ്ട് ശ്രദ്ധേയമാകുകയും ഗുണമേന്മയും ഉപഭോക്തൃ സേവനം കൊണ്ട് ജനപ്രീതി പിടിച്ചുപറ്റുകയും ചെയ്ത് മെഗാ മാർട്ട് മറ്റാർക്കും അനുകരിക്കുവാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളുമായാണ് ഹാപ്പി മാർച്ച് സമ്മർ സെയിലുമായി എത്തിയിരിക്കുന്നത്. ഏതാനും കുറച്ച് ഉൽപ്പന്നങ്ങൾക്ക് മാത്രം ഓഫറുകൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുകയല്ല, മറിച്ച് ഒട്ടുമിക്ക എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തന്നെ വിലക്കുറവും മറ്റ് ഓഫറുകളും നൽകി
വിലക്കുറവിന്റെ പീടിക എന്ന ആശയത്തെ അന്വർത്ഥമാക്കുകയാണ് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അമ്പലം ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന മഹാറാണി മെഗാ മാർട്ടിലൂടെ മാനേജ്മെന്റ് ചെയ്തിരിക്കുന്നത്. സമ്മർ സീസൺ സെയിലിനോടനുബന്ധിച്ച് വടിയരിക്ക് 29 രൂപ, വെളിച്ചെണ്ണ 139 രൂപ, പച്ചരി 1 കിലോയ്ക്ക് 23 രൂപ 90 പൈസ, പ്രശസ്തമായ ബ്രാൻഡഡ് കമ്പനികളുടെ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല തുടങ്ങിയവയ്ക്ക് 50% ഡിസ്കൗണ്ട്. 1 കിലോ എലൈറ്റ് ആട്ട 39 രൂപയ്ക്ക് നൽകുമ്പോൾ 1/2 കിലോ ചെറുപയർ 39 രൂപയ്ക്ക്, 1/2 കിലോ പരിപ്പ് 33 രൂപയ്ക്ക്, 1/2 കിലോ കടല 9 രൂപയ്ക്ക്, 1/2 കിലോ വൻപയർ 36.5 രൂപയ്ക്കും മെഗാ മാർട്ടിൽ നിന്നും ലഭ്യമാകും. 1/2 കിലോ തേയില വാങ്ങുമ്പോൾ 3 കിലോ പഞ്ചസാര എന്ന അവിശ്വസനീയമായ ഓഫറും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 2.25 കിലോ ബ്രാൻഡഡ് സോപ്പ് പൗഡർ വെറും 69 രൂപയ്ക്ക് മെഗാ മാർട്ടിലൂടെ ലഭ്യമാകും. 250-ൽ പരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് നൽകുമ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും പുതുമയും ഗുണമേന്മയും നഷ്ടപ്പെടാതെ തൊടുപുഴയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കി കുടുംബ ബഡ്ജറ്റ് താളം തെറ്റാതെ വീട്ടമ്മമാരെ സഹായിക്കുകയും ചെയ്യുന്നു. ഉപഭോക്തൃ സംതൃപ്തി ലക്ഷ്യമാക്കി മഹാറാണി നൽകുന്ന ഓഫറുകളും വിലക്കുറവും യാതൊരുവിധ തരംതിരിവുമില്ലാതെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ എല്ലായ്പ്പോഴും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള വിവിധ കമ്പനികളുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നതിനാലും ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ ഓരോരുത്തരുടെയും ഇച്ഛയ്ക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതിനാലും വിലക്കുറവും മെഗാ മാർട്ടിലെ സ്റ്റാഫുകൾ അടക്കമുള്ളവരുടെ ഹൃദ്യമായ പെരുമാറ്റവും മൂലം അമ്പലം ബൈപ്പാസിലെ മെഗാ മാർട്ട് ഒരു പ്രാവശ്യം സന്ദർശിക്കുന്നവർ തങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വീണ്ടും ഇവിടെ തന്നെ എത്തും എന്നതാണ് മഹാറാണി മെഗാ മാർട്ടിന്റെ വിജയ രഹസ്യം. ഞാൻ സ്ഥിരം വരാറുള്ളതാണ്. നല്ല ഓഫറുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 7th സ്ഥിരം വന്ന ഒരു കസ്റ്റമറാണ്. ഇവിടെ ഇപ്പോൾ നല്ല ഓഫറുകളുണ്ട്, ഒരുപാട് ഓഫർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തൊടുപുഴയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓഫർ ഇവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഗതാഗത സൗകര്യമില്ലാതെ നടപ്പുവഴിയെ മാത്രം ആശ്രയിച്ച് പതിറ്റാണ്ടുകളായി വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാമല ഭാഗത്ത് താമസിച്ചു പോരുന്ന 6ഓളം കുടുംബങ്ങൾക്ക് റോഡിനായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ തോമസ് കണ്ടോത്ത് മാതൃകയായി. യാതൊരു പ്രതിഫലവും നോക്കാതെ ഏകദേശം 100 മീറ്ററിനടുത്ത ഭൂമി 10 അടിയോളം വീതിയിലാണ് തോമസ് റോഡിനായി ഇവർക്ക് വിട്ടു നൽകിയത്. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാമലക്കാർക്ക് കണ്ടോത്ത് തോമസ് എന്ന നന്മ പറ്റാത്ത നല്ല മനസ്സിന്റെ ഉടമ പുതിയൊരു റോഡ് സമ്മാനമായി നൽകി. ഗതാഗത സൗകര്യമില്ലാതെ നടപ്പുവഴിയെ മാത്രം ആശ്രയിച്ച് പതിറ്റാണ്ടുകളായി നെല്ലിക്കാമല ഭാഗത്ത് താമസിച്ചു പോരുന്ന 6ഓളം കുടുംബങ്ങൾക്ക് ഈ റോഡ് ആശ്വാസമായി. യാതൊരു പ്രതിഫലവും നോക്കാതെ ഏകദേശം 100 മീറ്ററിനടുത്ത ഭൂമി 10 അടിയോളം വീതിയിലാണ് തോമസ് റോഡിനായി ഇവർക്ക് വിട്ടു നൽകിയത്. നെല്ലിക്കാമലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ കബീർ കാസിം തോമസ് കണ്ടോത്തിനെ പൊന്നാട അണിയിച്ച് ആദരിച്ച് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തോമസ് കണ്ടോത്തിന്റെ കുടുംബാംഗങ്ങൾ, റോഡിന്റെ ഗുണഭോക്താക്കളായ നെല്ലിക്കാമല നിവാസികൾ, മറ്റ് പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രദേശത്തെ ഏറ്റവും പ്രായം ചെന്നതും 2 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയതുമായ പള്ളിപ്പറമ്പിൽ ഏലിച്ചേടത്തിയുടെ സ്മരണ എക്കാലവും നിലനിൽക്കുന്നതിനായി റോഡിന് ഏലിച്ചേടത്തി റോഡെന്ന് ചടങ്ങിൽ നാമകരണം ചെയ്തു. നെല്ലിക്കാമലയിലുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് റോഡിന് സ്ഥലം വിട്ടു നൽകിയതെന്ന് തോമസ് കണ്ടോത്ത് പറഞ്ഞു. ഞാൻ 3 കൊല്ലം മുമ്പാണ് ഈ സ്ഥലം വാങ്ങിയത്. അപ്പോൾ സ്ഥലം വാങ്ങിയപ്പോൾ തന്നെ 3 വീട്ടുകാരോളം വഴിയില്ലാത്തതുകൊണ്ട് അവിടുന്ന് ഒഴിവായി പോയിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ അവർക്ക് ഒരു വഴി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആരും എന്നോട് ആവശ്യപ്പെട്ടില്ല വഴി വേണമെന്ന്. അതുകൊണ്ട് ഞാൻ അവർക്ക് ചോദിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വഴി കൊടുക്കാനായിട്ട് അത് താമസിച്ചുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഒരു അമ്മച്ചി മരിച്ചു. ആ അമ്മച്ചിയെ അവർ തോട്ടത്തിലൂടെ ചുമന്നുകൊണ്ടാണ് പോയത്. അന്നേരം ഞാൻ ഉറപ്പായിട്ട് മനസ്സിൽ വിചാരിച്ചു ഇവർക്കൊരു വഴി കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു സുഹൃത്തിനോട്, അവിടെ താമസിക്കുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു അവർക്ക് എന്നെ വഴി കൊടുക്കാമെന്ന്. അപ്പോൾ സുഹൃത്ത് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല ഞാനിങ്ങനെ വഴി കൊടുക്കുമെന്നും, അതും തോട്ടത്തിൻ്റെ നടുക്കൂടെ. അപ്പം വെറുതെ പറഞ്ഞതായിരിക്കും എന്നാണ് അവർ ധരിച്ചത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ആരും കൊടുക്കില്ലെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ പിന്നീട് അത് അവരുമായിട്ട് സംസാരിച്ചു. അവരുടെ ആവശ്യപ്രകാരം നടക്കൂടെ തന്നെ വഴി കൊടുത്തു.
അത് യാഥാർത്ഥ്യമായപ്പോൾ അവർക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് നമുക്ക് അത് കണ്ടപ്പോൾ തന്നെ എല്ലാം മുതലായി. അതാണ് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മളെ കൊടുത്തതിൻ്റെ ഇത് അവരുടെ സന്തോഷം അത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. വലിയ സന്തോഷം. നേരത്തെ ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. വഴിയില്ലാത്തവർക്ക് വഴി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഈ പ്രാർത്ഥനയിൽ കൂടുതൽ പ്രവൃത്തിയാണുള്ളത്. നമ്മൾ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ പലതും ചെയ്യാൻ സാധിച്ചാൽ വലിയ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അമിതഭാരം കയറ്റിയ തടി ലോറികൾ, വൈദ്യുതി ലൈനുകളും BSNLന്റെ ഉൾപ്പെടെ ഇന്റർനെറ്റ് കടന്നു പോകുന്ന കേബിളുകളും പൊട്ടിക്കുന്നത് പതിവായതായി പരാതി. തിങ്കളാഴ്ച അറക്കുളം മുതൽ തൊടുപുഴ ടൗൺ വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വൈദ്യുതി വിതരണം തകരാറിലായി. കേബിൾ നെറ്റ്വർക്കുകളുടെ കേബിളുകളും പൊട്ടിയത് മൂലം ഇന്റർനെറ്റ് സംവിധാനവും തകരാറിലായി. കാഞ്ഞാർ പോലീസ് സ്റ്റേഷന്റെ സമീപവും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുകയുണ്ടായി. ഒരാഴ്ച മുമ്പ് കലയന്താനി തൊടുപുഴ റോഡിലും നിരവധി സ്ഥലങ്ങളിൽ അമിതഭാരം കയറ്റിയ ലോറികൾ വൈദ്യുതി ലൈനുകളും കേബിളുകളും പൊട്ടിച്ചിരുന്നു. നിയമവിരുദ്ധമായി കൂടുതൽ ഉയരത്തിൽ തടികൾ കയറ്റിക്കൊണ്ടു പോകുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. കഴിഞ്ഞ ദിവസം ഇത്തരമൊരു ലോറി വാഴക്കുളത്ത് വെച്ച് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയപ്പോൾ ഇൻഷുറൻസ്, ടാക്സ് തുടങ്ങിയവ ഇല്ലെന്ന് കണ്ടെത്തുകയുണ്ടായി. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന കർശനമാക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റർമാർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. വിവിധ സ്ഥലങ്ങളിൽ വനിതകളെ ആദരിച്ചു. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. NCP തൊടുപുഴ നിയോജക മണ്ഡലം സമ്മേളനം തൊടുപുഴ കാൺസ് കിസാൻ കൾച്ചറൽ സെന്ററിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തിൽ ഇടുക്കി മുട്ടം മഞ്ഞപ്രയിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ മഞ്ഞപ്ര സ്വദേശിനി സോനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പദ്ധതിയായ റൈസ് പദ്ധതിയുടെ ഭാഗമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം കാളിയാർ സെന്റ് റീത്താസ് പാരിഷ് ഹാളിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.